ഈ അവസരത്തിൽ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആധ്യാത്മിക വളർച്ചയെപ്പറ്റി ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ്. സംഭവവും പ്രക്രിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നടക്കുന്നു, അതോടുകൂടെ തീരുന്നു. പ്രക്രിയ എന്ന് പറഞ്ഞാൽ അനേക നാളുകൾ നീണ്ടു നിൽക്കുന്നു. ആ പ്രക്രിയയിൽ അനേകം സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്, ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, മറിച്ചൊരു പ്രക്രിയയാണ് എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു കൺവെൻഷൻ കൊണ്ടോ ഒരു ധ്യാനം കൊണ്ടോ ഒരു കുമ്പസാരം കൊണ്ടോ പൂർത്തിയാകുന്നതല്ല ആധ്യാത്മിക വളർച്ച. അനേകം പ്രാവശ്യം നമ്മൾ പരിശ്രമിക്കണം, അനേകം പ്രാവശ്യം വചനം നമ്മൾ കേൾക്കണം. അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജനനം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ജനിക്കുക അതൊരിക്കലേ സംഭവിക്കുള്ളൂ, അതൊരു സംഭവമാണ്. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, അത് അനേകം നാളുകൾ നീണ്ടു നിൽക്കുന്നതാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്, ഒരിക്കൽ സംഭവിക്കുന്നു, ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലത്ത് സംഭവിക്കുന്നു, അത് കഴിയുന്നു. പക്ഷെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം ധ്യാനത്തിന് പോയി, ഞാൻ ഒരു പ്രാവശ്യം കൺവെൻഷനിൽ പങ്കെടുത്തു, ഞാൻ ഒരു പ്രാവശ്യം കുമ്പസാരിച്ചു, അതോടെ ഞാൻ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തി, ഇത് പൂർണ്ണത കൈവരിച്ചു എന്ന് നമ്മൾ കരുതരുത്. മറിച്ച് ഒരു പ്രക്രിയയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ആധ്യാത്മിക വളർച്ച പൂർണ്ണമാകുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-8 വചനങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-8 വചനങ്ങൾ ഞാൻ വായിക്കാം. ബൈബിളുള്ള നിങ്ങൾ എല്ലാവരും കൂടെ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ ഓരോ വചനവും നോക്കി ശ്രദ്ധിച്ച് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-8 വചനങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നമ്മൾ എന്താണ് വായിച്ചത്? നിങ്ങൾ എന്നിൽ നിലനിൽക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം, അപ്പോൾ നിങ്ങൾ എന്തു ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി എൻ്റെ ശിഷ്യന്മാരായിത്തീരും, അതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ശിഷ്യന്മാരായി തീരുന്നത്. എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുവോ അത്രമാത്രം ശിഷ്യത്വത്തിൽ നമ്മൾ വളരും, ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളരണം. അപ്പോൾ നിങ്ങൾ എന്നിൽ നിലനിൽക്കണം, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കണം, അങ്ങനെ നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കണം, അങ്ങനെ നിങ്ങൾ ശിഷ്യന്മാരായിത്തീരും, അങ്ങനെ നിങ്ങൾ പിതാവിനെ മഹത്വപ്പെടുത്തുന്നവരായിത്തീരും. ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീരുന്നതല്ല, ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്തെങ്കിലും വീണുപോയാൽ നിരാശപ്പെടരുത്, വീണാൽ എഴുന്നേൽക്കണം. തളർന്നാൽ എല്ലാം തീർന്നു എന്ന് കരുതരുത്, തളർന്നാൽ വീണ്ടും ശക്തി പ്രാപിക്കണം. കാരണം ഇതൊരു പ്രക്രിയയാണ്. വഴിതെറ്റിയാൽ തിരിച്ചു വരണം, വീണുപോയാൽ എഴുന്നേൽക്കണം, തളർന്നു പോയാൽ വീണ്ടും ശക്തി നേടണം. ഇങ്ങനെ ഒരു നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കുക. ഇനി വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കർത്താവ് വിളിച്ച ഒരാളും വിളിച്ച ആദ്യത്തെ നിമിഷം പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അബ്രാഹത്തിൻ്റെ കഥ ഒന്ന് വായിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 22 വരെയുള്ള വചനങ്ങൾ, 22 വരെയുള്ള അധ്യായങ്ങൾ. അബ്രഹാമിനെ ആദ്യം വിളിക്കുമ്പോൾ 75 വയസ്സാണ്. അബ്രഹാമിനോട് പറഞ്ഞു,
നീ ജനതകളുടെ പിതാവായിരിക്കും, നിന്നെ ഞാൻ സംരക്ഷിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാഹാം ആ കർത്താവിൻ്റെ വാക്ക് കേട്ടു. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ വച്ച് അബ്രാഹാം പരിപൂർണമായും വിശ്വസിച്ചു, ഇവിടെ വച്ച് കർത്താവിൽ പരിപൂർണമായും ആശ്രയിച്ചുമെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതേ അധ്യായത്തിൽ അബ്രഹാം ഈജിപ്തിൽ പോയിട്ട് നുണ പറയുകയാണ്. എന്തിനാണ് നുണ പറയുന്നത്? തൻ്റെ കൂടെയുള്ള ഭാര്യ സഹോദരിയാണെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? രാജാവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ കർത്താവ് വിളിച്ചവൻ കർത്താവ് സംരക്ഷിക്കുമെന്ന് ചിന്തിക്കാതെ, കർത്താവിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കാതെ സ്വന്തമായ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. ഭാര്യയുടെ പേര് പറഞ്ഞ് അത് സഹോദരിയാണെന്ന് പറഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ നുണ പറയുന്ന അബ്രഹാം. അതിനുശേഷം 17-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വീണ്ടും അബ്രഹാമിനെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ വയസ്സ് 99. കർത്താവ് വാഗ്ദാനം നൽകിയിട്ട് 24 വർഷം കഴിഞ്ഞു. ഈ സമയത്ത് കർത്താവ് പറയുകയാണ്, നിനക്കൊരു കുഞ്ഞു ജനിക്കും. അബ്രഹാം ചോദിക്കുകയാണ്, ഇനി എനിക്ക് കുഞ്ഞു ജനിക്കുമോ? 100 വയസ്സായ എനിക്ക്, 90 വയസ്സായ എൻ്റെ ഭാര്യയ്ക്ക് ഇനി കുഞ്ഞുണ്ടാകുമോ? വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന അബ്രഹാം, വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന അബ്രഹാം, വിശ്വസിക്കാൻ സാധിക്കാതെ ചിരിച്ച അബ്രഹാം. ഈ അബ്രഹാമിനെയാണ് നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഒരു നിമിഷം കൊണ്ടോ ഒരു സംഭവം കൊണ്ടോ നേടിയെടുത്തതല്ല, ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന അവസ്ഥയിലേക്ക് വന്നത്. 20-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു, തൻ്റെ ഭാര്യയെ ഒരിക്കൽ കൂടി സഹോദരിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഭയം, മറ്റുള്ളവരുടെ മുമ്പിൽ ഭയം. കർത്താവാണ് വിളിച്ചത്, കർത്താവാണ് സംരക്ഷിക്കുന്നത്. ഈ കർത്താവിൽ ആശ്രയിക്കാൻ സാധിക്കാതെ മാനുഷികമായി ചിന്തിച്ചു പോകുന്ന അബ്രഹാം. 21-ാമത്തെ വചനത്തിൽ ഇസഹാക്ക് ജനിക്കുന്നു. 22-ാമത്തെ അധ്യായത്തിൽ ഈ ഏകപുത്രനെ കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കാൻ അബ്രഹാം തയ്യാറാകുന്നു. അവിടെയാണ് അബ്രഹാം വളർച്ചയിലെത്തുന്നത്. അപ്പോഴാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറുന്നത്. ഇത് വർഷങ്ങളുടെ പ്രക്രിയയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വീട്ടിൽ പോയതിനു ശേഷം ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെ വായിക്കണം. ഇനി നമുക്ക് പത്രോസിന്റെ ജീവിതത്തിലേക്ക് പോകാം. പത്രോസ് എങ്ങനെയാണ് ഈ പ്രക്രിയയിലൂടെ വളർന്നത്? പത്രോസ് എപ്പോഴാണ് ശിഷ്യനായി തീർന്നത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. പത്രോസിനെ കർത്താവ് വിളിക്കുന്ന സന്ദർഭം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനങ്ങൾ, 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. നമുക്കറിയാം, ഒരു മീൻപിടുത്തക്കാരനെ സംബന്ധിച്ചിടത്തോളം വലയും വഞ്ചിയും ഒക്കെയാണ് അവൻ്റെ സമ്പത്ത്. കർത്താവ് വിളിച്ചപാടെ അവനിത് മുഴുവൻ ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോവുകയാണ്. നമുക്ക് എന്തു തോന്നാം? ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നിയേക്കാം, ഈ സമയത്ത് പത്രോസ് എല്ലാ അർത്ഥത്തിലും ശിഷ്യനായി മാറിയെന്ന് തോന്നിയേക്കാം. കാരണം എന്താണ്? ഈശോ വിളിക്കുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു, ഈശോയെ അനുഗമിക്കുന്നു. ഈ നിമിഷത്തിൽ പത്രോസ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനായി മാറിയിരുന്നോ? വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുള്ള നമുക്കറിയാം, ഇല്ല. ഈ മനുഷ്യൻ പിന്നീട് പലപ്പോഴും വീണു പോയിട്ടുണ്ട്. ഈ മനുഷ്യൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. ഈ മനുഷ്യൻ ഈശോയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് പത്രോസ് ശിഷ്യനായി മാറിയത്. പത്രോസ് ശിഷ്യനായി മാറിയത് വലയും വഞ്ചിയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ആ നിമിഷത്തിലല്ല, മറിച്ച് വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം കുരിശിൽ തലകീഴായി മരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യം കൊടുത്തപ്പോഴാണ് പത്രോസ് ശിഷ്യനായി മാറിയത്. ഇതൊരു സംഭവമല്ല, ഇതൊരു പ്രക്രിയയാണ്.
ദീർഘവർഷങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പത്രോസ് ശിഷ്യനായി മാറിയത്, ആധ്യാത്മിക വളർച്ചയിൽ എത്തിയത്. ഈ പത്രോസിനെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നു. പിന്നീട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പത്രോസ് മറുപടി പറയുന്നു. ഈശോ പത്രോസിനെ അഭിനന്ദിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-18 വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-18 വചനങ്ങൾ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പത്രോസിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഈശോ? ഭാഗ്യവാൻ എന്ന്. നീ ഭാഗ്യവാനാണ്, കാരണം മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിതെല്ലാം വെളിപ്പെടുത്തിയത്. നീ പാറയാകുന്നു, നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. എത്രയോ സുന്ദരമായ വചനങ്ങൾ, എത്രയോ വലിയ അഭിനന്ദനമാണ് പത്രോസിന് ലഭിക്കുന്നത്. പക്ഷെ കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇതേ പത്രോസിനെ ഇതേ ഈശോ സാത്താനെ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കുന്നതിൽ ഈ പത്രോസ് പരാജയപ്പെടുന്നു. ഈ പത്രോസ് ദൈവത്തിന്റെ വഴികളിൽ തടസ്സമായി നിലനിൽക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-23 വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 22-23 വചനങ്ങൾ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമല്ല. ഭാഗ്യവാനെ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ഈശോ പത്രോസിനെ സാത്താനെ എന്ന് വിളിക്കുന്നു. പത്രോസ് വീണു പോകുന്നു. പത്രോസ് ദൈവത്തെ മനസ്സിലാക്കി, യേശുവിനെ മനസ്സിലാക്കി എന്ന് കരുതി അഭിമാനം കൊണ്ട ആ നിമിഷത്തിൽ നിന്ന് താഴേക്ക് പോകുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിലപ്പോഴൊക്കെ ആധ്യാത്മികതയുടെ ഉച്ചകോടിയിലാണ് നമ്മൾ എന്ന് നമുക്ക് തോന്നിയേക്കാം. വിശുദ്ധിയുടെ ഉച്ചകോടിയിലാണ് നമ്മളെന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരു പക്ഷേ നമ്മൾ വീണുപോയേക്കാം, ഒരു പക്ഷേ തളർച്ചകൾ നമുക്കുണ്ടായേക്കാം. എല്ലാം തീർന്നു, അവസാനിച്ചു, കഴിഞ്ഞു എന്ന് കരുതരുത്. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു സംഭവമല്ല. വീണാൽ എഴുന്നേൽക്കണം, തളർന്നു പോയാൽ ശക്തി പ്രാപിക്കണം, വീണ്ടും കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരണം. പത്രോസിനെ ഭാഗ്യവാൻ എന്ന് വിളിച്ച കർത്താവ് ഇപ്പോൾ സാത്താനെ എന്ന് വിളിക്കുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും പത്രോസ് ശക്തി പ്രാപിക്കുന്നു. രൂപാന്തരീകരണത്തിന്റെ സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, രൂപാന്തരം പ്രാപിച്ചപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കാം, യേശുവിനോടുകൂടെ ആയിരിക്കാൻ വെമ്പൽ കൊള്ളുന്നൊരു മനസ്സ്, യേശുവിൽ നിന്നും മാറിപ്പോകാതെ യേശുവിനോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വചനം. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. വീണ്ടും ഈശോയോട് അധമ്യമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ശിമയോൻ പത്രോസ്. കുറച്ച് അധ്യായങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 19-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പത്രോസ് താഴേക്കാണ് പോകുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും, തളർച്ചയും വളർച്ചയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. 19-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ ഈശോയോട് പത്രോസ് ചോദിക്കുകയാണ്, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഏത് പത്രോസാണ് ഇത് ചോദിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നാം കണ്ട പത്രോസ് വഞ്ചിയും വലയും ഉപയോഗിച്ച് യേശുവിന്റെ ഒരു വാക്ക് കേട്ട് അവന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവൻ നാളുകൾ കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് എന്ത് കിട്ടും? എനിക്കെന്താണ് മെച്ചം? എനിക്കെന്താണ് നീ തരിക? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വചനം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഉപേക്ഷിച്ചവനാണ്, എല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിനെ അനുഗമിച്ചവനാണ്. വീണ്ടും പഴയതിനെ കുറിച്ച് ചിന്തിക്കുന്നു, വീണ്ടും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നു, നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു, ഇനി എന്താണ് എനിക്ക് ലഭിക്കുക എന്ന് ചിന്തിക്കുന്നു.
ഈ പത്രോസിന് വീണ്ടും മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് യേശുവിനെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ, നിങ്ങളിൽ ഒരുവൻ ഗുരുവിനെ നിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരിക്കലും ഞാൻ മാത്രം അത് ചെയ്യില്ല. ഈശോയോട് ശക്തമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന പത്രോസ്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 35-ാമത്തെ വചനം. പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. എത്രയോ വലിയ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് ഈ പത്രോസ്. ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളതാണോ? ആത്മാർത്ഥമായി പറഞ്ഞതാണോ? അതെ, ആത്മാർത്ഥമായി പറഞ്ഞതാണ്. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് കള്ളം പറഞ്ഞതല്ല, ഈശോയോട് വെറുതെ പറഞ്ഞതല്ല, ആത്മാർത്ഥമായി പറഞ്ഞത് തന്നെയാണ്. പക്ഷെ മാനുഷികമായ ബലഹീനത കൊണ്ട് അവൻ വീണുപോയി. അവൻ്റെ ജീവനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് അവൻ കർത്താവിനെ തള്ളി പറഞ്ഞു. തള്ളി പറയാനായി ഉള്ളിൽ കരുതിക്കൊണ്ട് വഞ്ചനാപരമായിട്ട് ഈശോയോട് പറഞ്ഞ വചനമല്ല ഇത്. തള്ളി പറയാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. മരിക്കേണ്ടി വന്നാലും കൂടെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമുക്കിത് പറ്റാറില്ലേ? പാപം ചെയ്യണ്ട എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈശോയിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് ഇഷ്ടമില്ല. ഈശോയോട് കൂടെ തന്നെ നിൽക്കണം. എന്ത് വില കൊടുത്താലും ഈശോയോട് ചേർന്ന് നിൽക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. വിട്ടുപോകാൻ ആഗ്രഹമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ പത്രോസിന് പിന്നെ നമ്മൾ 26-ാമത്തെ അധ്യായം 69-70 വചനങ്ങളിൽ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69-70 വചനങ്ങൾ. പത്രോസ് പറഞ്ഞ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച്, നീയും ആ ഗലീലിക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ച് പറഞ്ഞു. 72-ാമത്തെ വചനത്തിലും 74-ാമത്തെ വചനത്തിലും 2ഉം 3ഉം പ്രാവശ്യം പത്രോസ്ലീഹ ഈശോയെ തള്ളി പറയുന്നു. ആരാണ് ഈ പത്രോസ്? ഒരിക്കലും നിന്നെ നിഷേധിക്കുകയില്ല, മരിക്കേണ്ടി വന്നാലും നിന്നെ നിഷേധിക്കില്ല എന്ന് പറഞ്ഞ പത്രോസാണ് ഒരു പരിചാരികയുടെ മുമ്പിൽ ഭയപ്പെട്ട് യേശുവിനെ തള്ളിപ്പറയുന്നത്. പിന്നീട് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ പത്രോസിനോട് വീണ്ടും ചോദിക്കുന്നു, ഇവരെക്കാളൊക്കെ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് എന്ന് 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് വയസ്സാകുമ്പോൾ മറ്റുള്ളവർ നിന്നെ നയിക്കും, നീ അവരുടെ കൂടെ പോകേണ്ടി വരും. അത് എന്തിനെക്കുറിച്ച് പറഞ്ഞു എന്നാണ് യോഹന്നാൻ സ്ലീഹ പറയുന്നത്? പത്രോസ്ലീഹയുടെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞതാണെന്ന്. പത്രോസ്ലീഹ എങ്ങനെയാണ് മരിച്ചത്? കുരിശിൽ. പത്രോസ്ലീഹയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് പത്രോസ്ലീഹ അവരോട് പറഞ്ഞു, പീഡകരോട് പറഞ്ഞു, എൻ്റെ ഗുരു മരിച്ചതുപോലെ കുരിശിൽ മരിക്കാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നാൽ എൻ്റെ ഗുരു മരിച്ചതുപോലെ തലമുകളിലായി മരിക്കുവാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് തല കീഴായി നിങ്ങൾ എന്നെ കുരിശിൽ തറയ്ക്കണം. അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം തല കീഴായി മരിക്കുക എന്നത് കൂടുതൽ വേദന നിറഞ്ഞ മരണമാണ്. അതുകൊണ്ട് ഇവനെ കൂടുതൽ പീഡിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ അവർ ആനന്ദിച്ചു. തല നേരെയായി കുരിശിൽ തറയ്ക്കപ്പെടുക എന്നത് തന്നെ വലിയ സഹനമാണ്. എങ്കിൽ തല കീഴായി ഒരു മനുഷ്യന്റെ ശരീരം കുരിശിൽ കെട്ടിത്തൂക്കിയാൽ അല്ലെങ്കിൽ ആണികളടിച്ച് തൂക്കിയിട്ടാൽ അവന്റെ വേദന വർണ്ണനാതീതമായിരിക്കും. ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ വേദന അനുഭവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ടാണ് പത്രോസ്ലീഹ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞത്. ആ നിമിഷത്തിലാണ് പത്രോസ്ലീഹ ശിഷ്യനായി മാറിയത്. ഗലീലി കടൽ തീരത്ത് വഞ്ചിയും വലയും ഉപേക്ഷിച്ചപ്പോൾ പത്രോസ്ലീഹ ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആരംഭം മാത്രമാണ്. പത്രോസ്ലീഹ ശിഷ്യനായി മാറിയത് കുരിശിൽ തല കീഴായി മരിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തപ്പോഴാണ്. ഒരു ധ്യാനം കൊണ്ട് നമ്മൾ നല്ല തീരുമാനങ്ങളെടുത്ത് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ആരംഭം മാത്രമാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതം പരിപൂർണതയിലെത്തുന്നില്ല. ഇത് ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം. ഈ പ്രക്രിയ വേണ്ട രീതിയിൽ പൂർത്തിയാക്കാനായി നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നമ്മൾ പ്രാർത്ഥനയിൽ വളരണം. പ്രാർത്ഥനയിൽ വളരണം. ഈ പ്രാർത്ഥനയുടെ കാര്യത്തിലും അതൊരു പ്രക്രിയയാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നമ്മൾ പ്രാർത്ഥനയുടെ പാരമ്യത്തിൽ എത്തില്ല. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും എല്ലാ ദിവസവും ഒരേപോലെ ഒരേ രീതിയിൽ ഒരേ തീഷ്ണതയോടും ഒരേ വിശ്വാസത്തോടും കൂടെ പ്രാർത്ഥിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എനിക്ക് സാധിച്ചിട്ടില്ല.
എല്ലാ ദിവസവും ഒരേ രീതിയിൽ, ഒരേ തീഷ്ണതയിൽ, ഒരേ വിശ്വാസത്തോടെ ആർക്കാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുക? ഒരു പക്ഷേ ചിലർക്ക് സാധിച്ചിരിക്കാം, പക്ഷെ സാധാരണക്കാർക്കൊന്നും സാധിക്കില്ല. ചില ദിവസങ്ങളിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ സാധിക്കും, ചില ദിവസങ്ങളിൽ സാധിച്ചില്ല എന്ന് വരും. ഭയപ്പെടരുത്, തളരരുത്. എനിക്ക് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഴ്ച എന്ന് ചിന്തിക്കരുത്. നിരന്തരമായി പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. കാരണം അതൊരു പ്രക്രിയയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. ഈശോ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉപമ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ഇവിടെ എന്തിനാണ് ഈ ഈശോ ഉപമ പറയുന്നത് എന്ന് ആദ്യത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ ആ ഉപമയുടെ ഉദ്ദേശം തന്നെ എന്താണ്? ഭഗ്നാശരാകാതെ, നിരാശപ്പെടാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ഉപമ പറഞ്ഞത്. ആ ഉപമ എന്താണ്? ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഇതാണ് ഈശോയുടെ ഉപമ. ആദ്യം അവൾ വന്ന് അപേക്ഷിച്ചപ്പോൾ ആ ന്യായാധിപൻ ചെവി കൊടുത്തില്ല. വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു, ന്യായാധിപൻ ശ്രദ്ധിച്ചില്ല. അവസാനം അവളുടെ പ്രാർത്ഥന കേട്ട്, അവളുടെ അപേക്ഷ കേട്ട് ന്യായാധിപൻ കരുണ കാണിക്കുകയാണ്, നീതി നടത്തിക്കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, രാവും പകലും തന്നെ വിളിച്ചു കഴിയുന്ന തൻ്റെ മക്കൾക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കാതിരിക്കുകയോ? ആദ്യത്തെ പ്രാവശ്യം അപേക്ഷിച്ചിട്ട് ഈ ന്യായാധിപൻ തിരിച്ചു നോക്കാതായപ്പോൾ അവൾ തിരിച്ചുപോയെങ്കിൽ അവൾക്കത് ലഭിക്കുമായിരുന്നോ? ഇല്ല. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരം മുന്നോട്ട് പോകണം. ചിലപ്പോൾ മറുപടി ലഭിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ മറുപടി വൈകിയേക്കാം, ചിലപ്പോൾ ചോദിച്ചത് ലഭിച്ചില്ല എന്ന് വരും. പക്ഷെ പ്രാർത്ഥന മാത്രം നിർത്തരുത്, നിരന്തരം നമ്മൾ പ്രാർത്ഥനയിൽ വളരണം. അതാണ് ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ വളരണം. ദൈവവചനം നിരന്തരം നമ്മൾ വായിക്കണം. ദൈവവചനത്തിൽ നിരന്തരം നമ്മൾ വളരണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേൽ പ്രവാചകനെ കർത്താവ് വിളിച്ചപ്പോൾ കർത്താവ് എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. കർത്താവ് എസെക്കിയേൽ പ്രവാചകനോട് എന്താണ് പറയുന്നത്? നീ എൻ്റെ വചനം ഭക്ഷിക്കുക, നീ എൻ്റെ വചനം ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. വാസ്തവത്തിൽ കർത്താവ് ഈ ചുരുൾ കൊടുത്തിട്ട് പ്രവാചകനോട് നീ ഇത് തിന്നണം, ഈ കടലാസ്, ഈ ചുരുൾ നീ തിന്നണം എന്നാണോ കർത്താവ് ഉദ്ദേശിച്ചത്? അല്ല. വചനം വായിക്കണം, വചനം കൊണ്ട് നിറയണം, വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് വായിക്കുക എന്നോ പഠിക്കുക എന്നോ ഒന്നും പറയാതെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞത്? ഭക്ഷിക്കുക എന്ന് പറയുവാൻ 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഭക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. നമ്മുടെ ശരീരത്തിൽ നിരന്തരമായ ഒരു കോശ നിർമ്മാണ പ്രക്രിയ നടക്കുന്നുണ്ട്. നിരന്തരം കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന്. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നാളെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളായും രക്തമായും ഇത് മാറും. ഇതുപോലെ ഞാൻ വായിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും, എൻ്റെ രക്തത്തിൻ്റെ ഓരോ തുള്ളിയിലും ദൈവത്തിൻ്റെ വചനം ആഴ്ന്നിറങ്ങണം. അതിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വചനം വായിക്കുക എന്ന് പറയാതെ വചനം ഭക്ഷിക്കുക എന്ന് പറഞ്ഞത്. വചനം കൊണ്ട് ഞാൻ നിറയണം, വചനം എന്നിലേക്ക് ആഴപ്പെടണം. രണ്ടാമതായിട്ട്, ഭക്ഷിക്കുമ്പോഴാണ് രുചി അറിയുക. ഭക്ഷിക്കുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ രുചി എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ എന്നെ ഒരു
വിരുന്നിന് വിളിച്ചിട്ട് എനിക്ക് ഭക്ഷണം തന്നു. ഭക്ഷണം കണ്ടപാടെ ഞാൻ പറഞ്ഞു, ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബോധ്യം വരുമോ? സാധ്യതയില്ലേ. കാരണം എന്താണ്? ഞാൻ കഴിച്ചിട്ടില്ല, തൊട്ടു നോക്കിയിട്ട് പോലുമില്ല. വെറുതെ കണ്ടിട്ട് ഞാൻ പറയുകയാണ് ഭക്ഷണം നന്നായിരിക്കുന്നു. ഇനി ഞാൻ ആ ഭക്ഷണത്തിൻ്റെ മണം നോക്കി, ആ ഭക്ഷണത്തിൻ്റെ കളറൊക്കെ നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു ഭക്ഷണം നന്നായിരിക്കുന്നു, കാരണം നല്ല മണമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴും നിങ്ങൾക്കത് ബോധ്യപ്പെടണമെന്നില്ല. കാരണം എന്താണ്? ഞാനത് കഴിച്ചിട്ടില്ല. ഞാനത് കഴിച്ചതിന് ശേഷം ഭക്ഷണം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകും. കാരണം എന്താണ്? അതിൻ്റെ രുചി അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. വചനം തൊട്ടു നോക്കിയാൽ പോരാ, വചനം വായിച്ചു നോക്കിയാൽ പോരാ, വചനം ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുമ്പോഴാണ് വചനത്തിന്റെ രുചി തിരിച്ചറിയാൻ കഴിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം, വചനത്തിൽ നിരന്തരം ആഴപ്പെടണം. മൂന്നാമതായിട്ട് വചനം ഭക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം, ഭക്ഷിക്കുക എന്നത് നിരന്തരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ വായിക്കുക എന്ന് പറയുന്നതോ, ഒരു പ്രാവശ്യം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു, നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളോട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിക്കണം, അഷ്ടഭാഗങ്ങൾ വായിക്കണമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചേക്കും. രണ്ടാമതൊരിക്കൽ കൂടി പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയാൻ സാധ്യതയുണ്ട്? അത് വായിച്ചതാണ്, ഇതിനു മുമ്പ് വായിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം തന്നിട്ട് ഈ പുസ്തകം നല്ലതാണ്, ഇത് വായിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വായിക്കും. രണ്ടാമത്തെ പ്രാവശ്യം ഇതേ പുസ്തകം തന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ഇത് ഞാൻ വായിച്ചതാണെന്ന് പറയും. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരുന്നില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് ഞാൻ പറയൂ? ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് ഞാൻ പറയൂ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഭക്ഷണം കഴിച്ചാലും, ഇന്നലെ കഴിച്ചാലും, ഇന്ന് രാവിലെ കഴിച്ചാലും, ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ കഴിക്കും. കാരണം എന്താണ്? അതൊരു നിരന്തരമായ പ്രക്രിയയാണ്. കർത്താവ് പറയുകയാണ്, നീ വചനം ഭക്ഷിക്കണം. ഏത് രീതിയിലാണോ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നീ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ നീ വചനം കൊണ്ട് നിറയണം. നിരന്തരം നീ ഭക്ഷിക്കണം. എന്നാണ് വചനം കൊണ്ട് നിറയുന്നത് നിർത്താൻ സാധിക്കുക? ഭക്ഷിക്കുന്നത് നിർത്തുമ്പോൾ അതും നിർത്താം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, അവസാനം മൂക്കിൽ ട്യൂബിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ആഹാരമോ പാനീയമോ പ്രവേശിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഈ വചനം നമ്മൾ വായിക്കണം, ഈ വചനം കൊണ്ട് നമ്മൾ നിറയണം. അതുകൊണ്ടാണ് കർത്താവ് ഭക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഭക്ഷിക്കുക എന്നത് നിരന്തരമായൊരു പ്രക്രിയയാണ്. ഭക്ഷിക്കുന്നത് പോലെ വചനം നമ്മൾ വായിക്കണം. ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നമ്മളെല്ലാവരും മാമോദീസായിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്ഥൈര്യലേപനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അഭിഷേകത്തെ കാലാകാലങ്ങളിൽ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. ഒരിക്കൽ കിട്ടിയ അഭിഷേകം കൊണ്ട് ജീവിതകാലം മുഴുവൻ പോകാൻ നമുക്ക് സാധിക്കില്ല. ഈ അഭിഷേകത്തെ സമയാസമയങ്ങളിൽ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനം. തൻ്റെ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പറയുന്നത്? വീണ്ടും ഉജ്ജ്വലിപ്പിച്ചില്ല എങ്കിൽ കുറവ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ, തണുത്തുറഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്, നിന്റെ അഭിഷേകത്തെ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് മാമോദീസായിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജീവിച്ചാൽ പോരാ, ഈ അഭിഷേകത്തെ സമയാസമയങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണം. കഴിഞ്ഞ വർഷം ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അഭിഷേകം കിട്ടി എന്ന് പറഞ്ഞ് ആ അഭിഷേകം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്ന് കരുതരുത്. അത് വ്യാമോഹമാണ്. ആ അഭിഷേകത്തെ സമയാസമയങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 14-15 വചനങ്ങളിൽ പറയുന്നു, പ്രവചന പ്രകാരവും കൈവപ്പ് വഴിയും നിനക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വരത്തെ നീ അവഗണിക്കരുത്. മറിച്ച് അവയ്ക്ക് വേണ്ടി നീ അത്യധ്വാനം ചെയ്യണം, അവയ്ക്ക് വേണ്ടി നീ ആത്മാർപ്പണം ചെയ്യണം. അങ്ങനെ നീ പുരോഗതി പ്രാപിക്കണം. ഒരിക്കൽ കിട്ടിയ അഭിഷേകത്തെ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിച്ച് നമ്മൾ പുരോഗതി പ്രാപിക്കണം. ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, ഒരു പ്രക്രിയയാണ്. അതിലൊരു പുരോഗതി ഉണ്ടാകണം, അതിലൊരു വളർച്ച ഉണ്ടാകണം. അപ്പോസ്തലന്മാര് പെന്തക്കോസ്താ തിരുനാൾ ദിവസം
ശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 3 മുതൽ 4 വരെ വചനങ്ങളിൽ ഈ അപ്പോസ്തലന്മാരിൽ പത്രോസും യോഹന്നാനും, അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ 31 വരെ വചനങ്ങളിൽ വീണ്ടും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം വീണ്ടും ധൈര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് തിരുനാൾ ദിവസം അഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ അഭിഷേകത്തിൽ നിലനിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന, നിരന്തരം പരിശ്രമിക്കുന്ന അപ്പോസ്തലന്മാരെ നമ്മൾ കാണുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ 3 കാര്യങ്ങൾ, പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധാത്മാവ്, ഇത് 3ഉം നിരന്തരം നടക്കേണ്ടതാണ്. ഇത് 3ഉം നിരന്തരം നടക്കുകയാണെങ്കിൽ ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. ഈ പ്രക്രിയയുടെ ഫലമായി നമ്മൾ വിശുദ്ധിയുടെ വളർച്ചയിലെത്തും, പൂർണ്ണതയിലെത്തും, ശിഷ്യത്വത്തിൻ്റെ വളർച്ചയിലെത്തും. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതം ഒരു സംഭവമല്ല, ഒരു പ്രക്രിയയാണ്. തളർന്നു പോയേക്കാം, ഭയപ്പെടരുത്. വീണുപോയേക്കാം, ഭയപ്പെടരുത്. കുതിച്ചുയരണം. തളർന്നാൽ ശക്തി പ്രാപിക്കണം, വീണാൽ എഴുന്നേൽക്കണം, മുന്നോട്ട് പോകണം, ശക്തി പ്രാപിക്കണം. വിശുദ്ധ പത്രോസ് ശ്ലീഹ കടൽക്കരയിൽ വെച്ചല്ല ശിഷ്യനായി തീർന്നത്, കുരിശിൽ വെച്ചാണ്. അതുകൊണ്ട് നമുക്കും ഈ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് അവന് സാക്ഷ്യം കൊടുത്ത് ശിഷ്യത്വത്തിലേക്ക് വളരാൻ പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലെ ഈ വചന ശുശ്രൂഷയെല്ലാം ആധ്യാത്മിക വളർച്ചയിൽ ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.